PSCയുടെ മുൻകാല ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും നോക്കാം. ചൂലന്നൂർ പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലുള്ള പക്ഷിസങ്കേതം ഏതാണ്? എറണാകുളം ജില്ലയിലെയാണ് മംഗളവനം പക്ഷിസങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശമെന്നും അറിയപ്പെടുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഏതാണ്? പാർലമെൻറ്റ്. ഏതാണ്? പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? 79. അതിനൊരു കോഡുണ്ട്, 79, 80, 81. പരലോകം പാർലമെൻറ്റ് 79, രാജ്യസഭ 80, ലോകസഭ 81. പരലോകം 79, 80, 81. ഓപ്ഷനിൽ സുപ്രീം കോടതിയും കാണാം. സുപ്രീം കോടതി എന്താണ്? ഇന്ത്യയുടെ നീതിന്യായ വിഭാഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് ഇത്, സുപ്രീം കോടതി അല്ലേ? ഭരണഘടനയുടെ കാവൽക്കാരനുമെന്നും എന്താ അറിയപ്പെടുന്നു? സുപ്രീം കോടതി അറിയപ്പെടുന്നു. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന നീതിപീഠം ഏതാണ്? ഹൈക്കോടതി. ഇന്ത്യയുടെ ഏറ്റവും വലിയ നീതിപീഠമാണ് സുപ്രീം കോടതി. സംസ്ഥാനത്തിലാണെങ്കിൽ ഏതാണ്? ഹൈക്കോടതി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ഏത് വർഷമാണ്? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ അല്ലേ? ഇതിൻ്റെ നേതാവ് ആരായിരുന്നു? അരുണ റോയ്. ഈ 3 ചോദ്യങ്ങളും ശ്രദ്ധിച്ച് വയ്ക്കുക. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. പിന്നിൽ പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അരുണ റോയിയുടെ നേതൃത്വത്തിലാണ് ഈ സംഘടന പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഓപ്ഷനിൽ 2015 കാണാം. 2015 പ്രത്യേകത എന്താണ്? അതെ, 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഓപ്ഷനിൽ 2010 കാണാം. 2010 ഏപ്രിൽ 1 റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നിലവിൽ വന്നത്. 2010 ഏപ്രിൽ 1 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഏത് വയസ്സ് വരെയായിരുന്നു? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിത വിദ്യാഭ്യാസവും നിഷ്കർഷിക്കുന്നതാണ് ഇത്, വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 2010 ഏത് വന്നത്? ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം നിലവിൽ വന്നത്. പിന്നെ 2010 ജൂലൈ 15 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഡിസൈൻ ചെയ്തു, അത് ഔദ്യോഗികമായി നിലവിൽ വന്നു. 2010 ജൂലൈ 15 ആരായിരുന്നു ഡിസൈനർ? ഡി ഉദയകുമാർ. തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഡിസൈൻ ചെയ്തത്. നിലവിൽ വന്നത് 2010 ജൂലൈ 15. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണെന്നുള്ളതാണ്. ശ്യാം സരൺ നേഗി. ഓക്കെ, അദ്ദേഹം 2022 നവംബർ 5 മരിക്കുകയും ചെയ്തു. ശ്യാം സരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. ഓക്കെ ആണല്ലോ. ഇതിൽ ഓപ്ഷനിൽ ഒരു ബിപിൻ ചന്ദ്രപാൽ കാണാം. മറ്റു 2 പേരും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബിപിൻ ചന്ദ്രപാലിൻ്റെ പ്രത്യേകത എന്താണ്? ലാൽ ബാൽ പാലിലെ ഒരാളാണ് ആര്? ബിപിൻ ചന്ദ്രപാൽ. ലാൽ ആരാണ്? ലാൽ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റോയ്. ബാൽ ആരാണ്? ബാലഗംഗാധര തിലകൻ. പാൽ ആരാണ്? ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ ആണല്ലോ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ നേതാക്കളിൽ ഒരാളാണ് ആര്? ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇ ഗവേണൻസ്. ഏതാണ്? ഇ ഗവേണൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? ലോക്പാൽ. ഇപ്പോഴത്തെ ലോക്പാൽ ആരാണ്? മണിക് റാവു ഖാൻ വിൽക്കർ. ഓക്കെ, മണിക് റാവു ഖാൻ വിൽക്കർ. അതെങ്ങനെ ഓർത്ത് വയ്ക്കാം? ലോക്പാൽ, പാൽ വിൽപ്പനക്കാരൻ, പാൽ വിൽക്കൽ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ലോക്പാൽ മണിക് റാവു ഖാൻ വിൽക്കർ. കറണ്ട് അഫെയർസിൻ്റെ വീഡിയോയിൽ ഞാൻ ഈ ലോക്പാലും ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വ്യക്തികളും പദവികളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ലോക്പാൽ മണിക് റാവു ഖാൻ വിൽക്കർ. ആരാണ്? പാൽ വിൽക്കൽ, മണിക് റാവു ഖാൻ വിൽക്കർ. ഓക്കെ. ലോക്പാലിൽ എത്ര അംഗങ്ങളാണ്? ഒരു ചെയർപേഴ്സണും 8 അംഗങ്ങളും ഉള്ളതാണ് ലോക്പാൽ എന്ന് പറയുന്നത്. ഇനി ലോകായുക്ത ആരാണ്? ഇപ്പോഴത്തെ ലോകായുക്ത എൻ അനിൽകുമാർ. നമ്മുടെ കേരളത്തിലെ ലോകായുക്ത ആരാണ്? എൻ അനിൽകുമാർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വിജിലൻസ് കമ്മീഷണറാണ്.
വിജിലൻസ് കമ്മീഷൻ നിലയിൽ വന്നത് 1964 ഇന്ത്യയിലെ ഇപ്പോഴത്തെ നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? ശ്രീ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ആരാണ്? ശ്രീവാസ്തവയാണ്. വാസ്തവം എല്ലാം പറയുന്നത് ആരായിരിക്കും? വാസ്തവം കണ്ടുപിടിക്കുന്ന ആരാണ്? വിജിലൻസുകാരാണ്. അപ്പോൾ വിജിലൻസ് കമ്മീഷണർ ആരാണ്? ശ്രീവാസ്തവ, ശ്രീ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. കേരളത്തിലാണെങ്കിലോ മനോജ് എബ്രഹാം. ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ വിജിലൻസ് കമ്മീഷണർ ആരാണ്? മനോജ് എബ്രഹാം. ഓക്കെ, അതുപോലൊരു മനോജ് മറ്റൊരു പേര് ഓർമ്മിക്കാനുള്ളത്, മറ്റൊരു സ്ഥലത്ത് ബാലാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ബാലാവകാശ കമ്മീഷണർ ആരാണ്? ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. ബാലൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയാണ്, അപ്പോൾ കെ എന്ന് ഓർമ്മിച്ചാൽ മതി, KV മനോജ് കുമാർ. അതുപോലെ വിജിലൻസ് കമ്മീഷണർ ആകുമ്പോൾ മനോജ് എബ്രഹാമാണ്. ഒരു പേരും കൂടെ എക്സ്ട്രാ ഇരിപ്പുണ്ട്. അപ്പോൾ വിജിലൻസ് മനോജ് എബ്രഹാമും ബാലാവകാശ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ KV മനോജ് കുമാറും. ഇത്രയുമാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഏതാണ്? ആർട്ടിക്കിൾ 32 അല്ലേ? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചു. പിന്നെ സുപ്രീം കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം ഏതാണ്? ആർട്ടിക്കിൾ 32. 226 ആണെങ്കിലോ? 226 ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള ആർട്ടിക്കിൾ ഏതാണ്? 226. ഇവിടെ ഓപ്ഷനിൽ 42 പറഞ്ഞിട്ടുണ്ട്. ഈ 42 എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. അതുപോലെ 22 എന്ന് പറയുന്നത് കരുതൽ തടങ്കലിൽ വരുന്നതാണ്. ഏതാണ്? കരുതൽ തടങ്കൽ വരുന്നതാണ്. അത് മൗലിക അവകാശത്തിൽ തന്നെയാണ് ഈ ആർട്ടിക്കിൾ 22ഉം 23ഉം വരുന്നത്. ഓക്കെ ആണല്ലോ.